കേരളത്തിലുള്ള അമ്മമാർക്ക് മാതൃജ്യോതി പദ്ധതി പ്രകാരം 2 വർഷത്തിന് എല്ലാ മാസം 2000 റുപ്യ വീതം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഈ പാത്തു. അപ്പൊ എന്റെ വീഡിയോ കാണണങ്ങൾ വിചാരിച്ചും ഇതിപ്പോ എല്ലാ അമ്മമാർക്കും കിട്ടുമോ ഈ 2000 റുപ്യ? ഇല്ല മക്കളെ, അതിന് അർഹതപ്പെട്ട അമ്മമാരെ മാത്രമാണ് ഇതിന് തെരഞ്ഞെടുത്തക്കണ്ട്. ഏതൊക്കെ അമ്മമാരെന്ന് കേട്ടോളി. ശാരീരികവും മാനസികപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കാണ് ഇതിന് അപേക്ഷ കൊടുക്കാൻ പറ്റുക. ഇത് ഞാൻ ആദ്യം തന്നെ പറയാതെ നിന്നാല്, കാരണം ഒരു പ്രശ്നം ബുദ്ധിമുട്ടില്ലാത്ത അമ്മമാർ വിചാരിച്ചും ഓൽക്കും ഇത് അപേക്ഷ കൊടുക്കാൻ പറ്റുമെന്ന്. നമുക്ക് എന്തിനാ മക്കളെ അപേക്ഷ കൊടുക്കണോ? നമുക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അൽഹംദുലില്ലാ, അതന്നെ വലിയ കിട്ടലല്ലേ അല്ലേ? അപ്പൊ മക്കൾ ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് അറിയണ്ടേ? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ മാതൃജ്യോതി പദ്ധതി എന്ന് പറഞ്ഞത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ സഹായം ലഭിക്കും. അതായത് 2 വർഷം കാലയളവിലാണ് ഈ ധനസഹായം വരിക. അപ്പൊ ഓരോ മാസവും 2000 രൂപയാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരിക. പിന്നെ കുട്ടിക്ക് 2 വയസ്സാകുന്നത് വരെ മാത്രമേ സഹായം അനുവദിക്കുള്ളൂ. 3 മാസത്തിനകം അപേക്ഷ സമർപ്പിക്കുന്നവർക്കാണ് 2 വർഷത്തെ ആനുകൂല്യം ഫുള്ളായിട്ട് കിട്ടലിട്ടാ. 3 മാസത്തിന് ശേഷമാണ് അപേക്ഷ കൊടുക്കാന്നുണ്ടെങ്കിൽ 1 വർഷം വരെ കാലതാമസം വരുന്ന അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് 2 വയസ്സാകുന്നത് വരെയുള്ള കാലയളവിലെ തുക മാത്രമേ ലഭിക്കുള്ളൂ. അതുകൊണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ നോക്കുക. അതാകുമ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടും. ഏതൊക്കെ തരത്തിലുള്ള ഭിന്നശേഷിക്കാരാന്നുള്ളതും എത്ര ശതമാനമാണ് ഡിസേബിലിറ്റി ഉള്ളതും ഒക്കെ ആ വീഡിയോയിൽ നമ്മൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഹാജരാക്കേണ്ട രേഖകൾ മറക്കണ്ട. മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും വേണം. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോരേണ്ട സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. റേഷൻ കാർഡ് BPL റേഷൻ കാർഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി. അല്ലാഞ്ഞാല് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. ബാങ്കിന്റെ പാസ്ബുക്ക് വേണം. ബാങ്കിന്റെ അക്കൗണ്ട് വിശദാംശങ്ങളും പാസ്ബുക്കിന്റെ കോപ്പിയൊക്കെ എന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ മക്കളെ ഓൺലൈൻ വഴിയാണ് കേട്ടാ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്തുള്ള ഓൺലൈൻ സെന്ററിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക. അല്ലഞ്ഞാല് നിങ്ങൾ അംഗനവാടി പോയി അന്വേഷിച്ചാല് അതിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്ന് റെഡിയാക്കി തരും.